ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നെയ്ച്ചർ ബ്ലോഗ്സ്. അപ്പം ഞാനിന്ന് നേരെ പോകുന്നത് നമ്മളെ കോഴിക്കോട് ബീച്ചിലേക്കാണ്. കോഴിക്കോട് ബീച്ചിലപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് കുറേ പേർക്ക് മനസ്സിലുണ്ടായി. കോഴിക്കോട് ബീച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ സത്സരമേള എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും പോയി കണ്ടിട്ടുണ്ടാകും. പോയി കാണാത്തവരെന്തായാലും പോയി കാണണം കേട്ടോ. നമ്മൾ ബീച്ചിൽ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് വേറെ സ്ഥലത്തും അതുള്ളത് വേറെ സ്ഥലത്താണ്. നമ്മൾ ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ കണ്ട ഒരു സ്റ്റേജ് പരിപാടിയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അതിനകത്ത് ആൾക്കാരില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാനത് അവിടെ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ അധികം അത്യാവശ്യം നടന്നേരെയാണ് നമ്മളിവിടെ എത്തിയത്. അങ്ങനെ എൻട്രിയിൽ എത്തി. പിന്നെ സരസമേളയിൽ കാണാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരുപാട് നടന്ന് കാണാനുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് നടന്ന് കാണാനുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഒരു ഉദ്ഘാടനത്തിൻ്റെ ഇതിൻ്റെയൊക്കെയാണ്. പിന്നെ നമ്മളെ നവകേരളത്തിലേക്ക് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ ഇങ്ങനത്തെ കുറേ ഐറ്റങ്ങളും കാര്യങ്ങളും. ഇത് പിന്നെ പാലാന്ന് തോന്നുന്നു, പാലോ റോഡോട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുകളിൽ കൂടെ ഷോ കാണിച്ചിറങ്ങി വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇത് മറ്റേ വയലിലുണ്ടാവുന്ന വയലുമാരുള്ള സംഭവം അവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ്. അവിടെ എൻട്രി ഒന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന പോട്ട് ഉണ്ടാവുമല്ലോ, ആ സംഭവമാണ്. അതിൻ്റെ കൂടെ ഒരുപാട് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല ഗൈസ്. എന്തോ എനിക്ക് ചെയ്യാൻ തോന്നിയില്ല, അതാണ്. പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, കേരളത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒക്കെ ഒരു സംഭവങ്ങളാണ്. ഇത് എല്ലാം എനിക്ക് വിശദമാക്കി പറഞ്ഞു തരാൻ കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. ഒരുപാടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് എന്തേലും എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മുടെ കോഴിക്കോട് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടൊരു ഇതുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അവിടെ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളും ങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കേരളത്തിലുള്ള ഒരുപാട് സംഭവങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ കൂടുതലും. നമ്മളെ കേരള പോലീസിൻ്റെ ഒരു സംഭവമാണ്, ഒരു എന്താ പറയുക, ഉള്ളിലേക്കൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഓരോ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫയർഫോഴ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫയർഫോഴ്സിൻ്റെ ആണ്. അവിടെയുള്ള ആ ചേട്ടൻ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയൊക്കെ സംഭവങ്ങൾ. ഇത് പിന്നെ നമ്മളെ എന്താ പറയുക, നമ്മളെ വയനാട് ദുരന്തത്തിൻ്റെ ആണ് കേട്ടോ കേസ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അത് നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. അതുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇത് മറ്റേ തുണിയൊക്കെ നെയ്യുന്ന സാധനമല്ലേ, നെയ്തെടുക്കുക എന്നൊക്കെ പറയും തോന്നുന്നു. എനിക്ക് കറക്റ്റ് അതിൻ്റെ പേരറിയില്ല. നെയ്യാന്ന് തന്നെയാണെന്ന് പറയാൻ തോന്നുന്നു. നമ്മളെ ഗാന്ധിജീൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബുക്ക് അറിയോ കേസ് നിങ്ങൾക്ക്? പിന്നെ അവിടെ ചെറിയ ചെറിയ മീൻ, ഒരു ചെറിയ അക്വേറിയത്തിനകത്ത് കുറച്ച് മീനുകളും കാര്യങ്ങളുണ്ട്. അതിൻ്റെ മുകളിലൊരു ഡ്യൂപ്ലിക്കേറ്റ് പാമ്പിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടു കേട്ടോ. പിന്നെ ഇതൊരു സിനിമ തിയേറ്റർ മാതിരി ഒരു സിനിമയാണ്. ആ സിനിമ വന്നിട്ട് ഏതാ എനിക്കറിയില്ല, എൻ്റെ പേര് എന്നോട് വിട്ടുപോയി. അങ്ങനെ പിന്നെ എന്തെന്താ സംഭവം എനിക്കറിയില്ല, എന്തേത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ നമ്മളെ മീനിൻ്റെ ഒരു എന്താ പറയുക, ഒരു കാര്യം വെച്ചാണ്, ഒരു മീനിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്ന ഒരു വാളിൻ്റെ അകത്ത് വെച്ചൊരു സംഭവമുണ്ട്. കറക്റ്റ് മീനിട്ട് വളർത്തിയതല്ല. ഇതെന്താ സംഭവം അറിയില്ല, നമുക്ക് എന്താ പറയുക. പിന്നെ കേസ് ഇത് ഡ്രോണാണ്. ഇത് എന്താ പറയുക, പുല്ലിൻ്റെ നടുക്ക് ഡ്രോൺ വെച്ചാണ്. ഡ്രോണാണെന്ന് തന്നെ തോന്നുന്നു കേസ്, അതാണ്. പിന്നെ എന്താ പറയുക, അത് കോഴികളുടെ ഒരു ഇതാണ്. പലതരം എന്താ വെറൈറ്റി കോഴികൾ, നാടൻ കോഴികളുടെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അത്. പിന്നെ അവിടെ എന്താ ചെടികൾ, കാര്യങ്ങൾ. ഇത് പിന്നെ വന്നൊരു നെല്ലാണ് കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. പിന്നെ അവിടെ ഫുഡ് ഫോർട്ട് കാര്യം. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഓരോ എന്താ പറയുക ഐറ്റംസും കാര്യങ്ങളും നമുക്ക് കാണേണ്ടതും. പിന്നെ ഫുഡ് ഐറ്റംസ്, അതായത് അച്ചാർ, തേൻ, അവലോസ് പൊടി തുടങ്ങി അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ബ്രഷ് ഷീറ്റ് തുടങ്ങി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വിൽക്കുന്നതും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ അവിടെ നിന്ന് എന്താ പറയുക, തേനും പിന്നെ അവലോസ് പൊടിയും പിന്നെ ഈ കാണുന്ന കളർ പപ്പടല്ലേ ഗൈസ്, അത് നല്ല ടേസ്റ്റാണ് ഗൈസ്. ഞങ്ങൾ ഇതിന് മുന്നേ വീഡിയോ ഒന്ന് പോയ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, മരത്ത് കൊത്തുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ചെരുപ്പുകൾക്കൊക്കെ വില കുറവാണെന്ന് കേട്ടോ പറയുന്നിട്ടിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് തുണി ഐറ്റംസ് കാര്യങ്ങൾ. പിന്നെ അത് വലിയ നെറ്റിപ്പൊട്ട കേസ് അവിടെ നടുക്ക് തന്നെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളധികം കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഇപ്പുറത്ത് നിങ്ങൾ കണ്ട് മറ്റേ തുന്നുന്നതാണെന്ന് തോന്നുന്നു കേസ്. അങ്ങനെ ഒരു ഉടുപ്പുകളുണ്ടായിരുന്നു അവിടെ. നമ്മൾ ഡിസൈനൊക്കെ ഇതാക്കുന്നതാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് അത് ഒരുപാട് കാണാനുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതൊരുപാട് കണ്ടു നേരെ. പിന്നെ
നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ ഫുഡ് ഫോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് ഫോർട്ടിൽ കയറിയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ നേരെ ഇറങ്ങി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഒരുപാട് നടന്നതിന് ശേഷം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ ഒരു പരിപാടി, ഒരു ചേച്ചി നിന്നിട്ട് ഒരുപാട് പരിപാടി ഉണ്ട്. എനിക്ക് വെച്ച് വേടൻ്റെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ആ കുട്ടി പാടിട്ടോ. ഇതെന്തോ എന്താ പറയുക, കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു പരിപാടി നടത്തുന്നതാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ ആ പാട്ടൊക്കെ കേട്ടു. പിന്നെ ആ കുട്ടീൻ്റെ ഡാൻസ് ഉണ്ട്. ഡാൻസ് കാണാൻ ഞങ്ങൾ അവിടെ നിന്നില്ല, ഞങ്ങൾ നേരെ നടന്നു. പിന്നെ ഒരു 2-3 സെക്കൻഡ് നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നമ്മളെ കാറിൻ്റെ അടുത്തേക്ക് നടക്കണം. അതൊരുപാട് ഉണ്ടായിരുന്ന കേസ് നടക്കാൻ സരസമേളൻ്റെ ഉള്ളിൽ കയറി നടന്ന് പിന്നെ കാറിൻ്റെ അടുത്തേക്ക് നടന്നപ്പോൾ വളരെയധികം ക്ഷീണിച്ച് പോയി കേസ്. നമ്മൾ കാറിൻ്റെ ഒക്കെ എടുത്തെത്തി. അത് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ച് പോയി. പിന്നെ നമ്മൾ സ്ഥിരം ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ സ്ഥിരം വരുന്നൊരു തട്ടുകടയാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ നല്ല കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ, സബ്സ്ക്രൈബ്.